നമസ്കാരം, നിസാമാണ് ആൻഡ് വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. മക്കളെ, നമുക്കറിയാമല്ലേ കേട്ടിട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ കുറേ കോടതി വിധികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടിട്ട് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ കേട്ടിട്ടിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമുക്കൊരു ധാരണയുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കേട്ടറ്റ് 3 ഇംഗ്ലീഷ് എങ്ങനെയാണ് ആ പരീക്ഷ നടക്കുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ സിലബസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കേട്ടറ്റ് 3 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു HSA ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ആവാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് കേട്ടറ്റ് 3 എന്നുള്ളത്. അപ്പോൾ കേട്ടറ്റ് 3യുടെ പരീക്ഷയിൽ ഏതെല്ലാം പേപ്പേഴ്സ് ആണുള്ളത്, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. സോ 3 പാർട്ടായിട്ടാണ് വരുന്നത്. ആദ്യം നമ്മുടെ സൈക്കോളജി പാർട്ടാണ്. സൈക്കോളജി പാർട്ടിൽ 40 ചോദ്യങ്ങൾക്ക് 40 മാർക്ക് ഉണ്ട്. ദെൻ നമ്മളൊരു ഭാഷ ചൂസ് ചെയ്യണം. മിക്കവാറും നമ്മൾ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ വരുന്ന കുറച്ച് ഗ്രാമർ വൊക്കാബുലറി ഐറ്റംസ് വരികയാണ്. അതിൻ്റെ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലൊരു 30 മാർക്ക് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സബ്ജക്റ്റ് പാർട്ടാണ്. സബ്ജക്റ്റ് പാർട്ടിൽ നമുക്ക് ലിറ്ററേച്ചർ, ഫോണറ്റിക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് തന്നെ 80 പിന്നെ നമ്മുടെ ഭാഷയും കൂടെ കൂട്ടിയുമ്പോൾ 110 മാർക്കിന് നമുക്കറിയാം കൃത്യമായിട്ട് ഇംഗ്ലീഷ് തന്നെയാണുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് HSA ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പാർട്ട് 2വിൻ്റെ, അതായത് നമ്മുടെ 30 മാർക്ക് വരുന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലൊരു റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്. 10 മാർക്കിന് ചോദിക്കും, പാസേജ് തരും, നമ്മളതിൽ നിന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കുകയാണ്. രണ്ടാമത്തത് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ആണ്, അതെന്താണെന്ന് നമുക്ക് കാണാം. ദെൻ കമ്മ്യൂണിക്കേഷൻ, അതിലും 10 മാർക്ക്. അങ്ങനെ 30 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നോക്കണേ, നിങ്ങൾ കോംപ്രിഹെൻഷൻ നമ്മളോട് ഡിസ്കേഴ്സീവ്, ലിറ്റററി, നാരറ്റീവ്, സയൻറ്റിഫിക് ആയിട്ടുള്ള പാസേജുകൾ ചോദിക്കും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ദെൻ എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജിലാണ് നമ്മുടെ വൊക്കാബുലറി ഐറ്റംസും ഗ്രാമർ ഐറ്റംസും, അതായത് കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഗ്രാമർ, വൊക്കാബുലറി ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ്, അതായത് നമ്മളൊരു ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നു. അങ്ങനെ ഈ ഭാഗങ്ങൾ മുഴുവൻ എന്ത് ചെയ്താണ് 30 ചോദ്യങ്ങൾക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടൊരു ഗ്രാമർ, വൊക്കാബുലറി ധാരണയുള്ള ആൾക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇനി നമ്മൾ സബ്ജക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യ ഭാഗത്ത് പെഡഗോജിയാണ്. പെഡഗോജി കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി BEdും ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പെഡഗോജി കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സബ്ജക്റ്റിൽ മെയിൻ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോണ്ടൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പെഡഗോജിയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നീടാണ് നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ ഭാഗം വരുന്നത്. ലിറ്ററേച്ചറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏർലി ലിറ്ററേച്ചർ മുതൽ അങ്ങ് തുടങ്ങും. അപ്പോൾ അതിലെ ഭാഗത്തുനിന്ന് ഏത് തരം ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാം. നോക്കണേ, നിങ്ങൾ ഏർലി ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് ചോസർ, ഹിസ് കണ്ടംപററി, നമുക്കറിയാം മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആണ്. ദെൻ ലേറ്റർ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ ഷേക്സ്പിയർ വരുന്ന റിനൈസൻസ് പീരീഡ് ഉണ്ട്, എലിസബത്തൻ പ്രോസ്, ഡ്രാമ പ്രീവിയസ് ടു ഷേക്സ്പിയർ, ഷേക്സ്പിയർ ആൻഡ് ലേറ്റർ ഡ്രാമറ്റിസ്റ്റ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള എന്താണ് കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സ്പെൻസർ, റെസ്റ്റോറേഷൻ പീരീഡ് വരുന്നുണ്ട്. സ്പെൻസർ മുതൽ റെസ്റ്റോറേഷൻ പീരീഡ് വരുന്നത്, അവിടുത്തെ റെസ്റ്റോറേഷൻ പോയട്രി, ഡ്രാമ, പ്രോസ് വരുന്നുണ്ട്. ദെൻ ഓഗസ്റ്റൻ നോവൽസ് അല്ലേ, നോവൽസ് വരുന്നൊരു പീരീഡാണ്. ഓഗസ്റ്റൻ നോവൽസ് വരുന്നുണ്ട്. 18th സെഞ്ച്വറി റൈറ്റേഴ്സ്, റൊമാൻറ്റിക് മൂവ്മെൻറ്റ്. ദെൻ ഏർലി 19th സെഞ്ച്വറി പോയറ്റ്, നോവൽ ഇൻ ദ 18th സെഞ്ച്വറി ആൻഡ് ഏർലിയർ 19th സെഞ്ച്വറി, വിക്ടോറിയൻ പോയട്രി വരുന്നുണ്ട്. 20th സെഞ്ച്വറി ലിറ്ററേച്ചർ, മേജർ തീംസ് ഇൻ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ, അതിൽ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ വരുന്നുണ്ട്. അതേപോലെ മേജർ ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഈവൻ നമ്മുടെ പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ ഭാഗത്ത് ഇതാണ്, അതായത് നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് മുതൽ പോസ്റ്റ് മോഡേൺ വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കോമൺ ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ടു ദ സിലബസ് ആണെങ്കിൽ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചില ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഫിലിം സ്റ്റഡീസിലുള്ള ബേസിക് കോൺസെപ്റ്റുകൾ കാര്യമാണ്. അതേപോലെ മീഡിയ സ്റ്റഡീസ് വരുന്നുണ്ട്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് വരുന്നുണ്ട്. അപ്പം ഫിലിം സ്റ്റഡീസ് എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അധികം ചോദ്യങ്ങൾ ഉണ്ടോ വെച്ചാൽ ഒരു ചോദ്യമൊക്കെയാണ് നമുക്ക് വരാറ്. മീഡിയ സ്റ്റഡീസിൽ നിന്ന് വരാറുണ്ട്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ നിന്ന് വരാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷനെ കുറിച്ചിട്ടൊക്കെ ഇടയ്ക്ക് ചോദ്യം വരാറുണ്ട്. അപ്പം ഫിലിം സ്റ്റഡീസ് കുറച്ച് ഭാഗമേ ഉള്ളൂ. അതൊന്ന് ഏകദേശം ബേസിക് കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1-2 ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഫോണറ്റിക്സ്. ഫോണറ്റിക്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നോക്കണേ നിങ്ങൾ, എല്ലാ തരത്തിലുള്ള സാധനമുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആ ഹിസ്റ്ററി മുതൽ തുടങ്ങും. ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ദെൻ ഫോണോളജി, മോർഫോളജി മുതൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ബ്രാഞ്ചസ്, അതേപോലെ ഓരോ ടൈപ്പ് ഓഫ് ഏതൊക്കെയാണ് നമ്മുടെ അറിയില്ലോ, നമുക്ക് സ്പീച്ച് സൗണ്ടിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ആയിട്ടും അതിൻ്റെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ആയിട്ടൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. ദെൻ നമ്മുടെ ഫ്രേസ് സ്ട്രക്ചർ, ഗ്രാമർ, TG ഗ്രാമർ, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അവസാനം പിന്നെ അതിലുള്ളത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ഗ്രാമർ ഐറ്റംസും വൊക്കാബുലറി ഐറ്റംസും കൂടെ എന്ത് ചെയ്യാറുണ്ട്, പാർട്ട് 3 കടന്നു വരാറുണ്ട്. അപ്പോൾ ഇത്രയും 3 പേപ്പർ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കട്ട് ഓഫ് കടക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷം അതായത് റീസെൻ്റായിട്ട് നടന്ന പരീക്ഷയിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ആ ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ സൈലം ടീച്ചിങ് എക്സാമും നമ്മളിവിടെ കേട്ടറ്റിൻ്റെ കോഴ്സുകൾ, അത് 1 ആയാലും 2 ആയാലും, കേട്ടറ്റ് 3 മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കേട്ടറ്റ് 1ഉം 2ഉം, കേട്ടറ്റ് 3 ഇംഗ്ലീഷ്, കേട്ടറ്റ് 3 മാത്സ്, ഇത് 3 എന്താണ്, ലൈവ് പ്ലസ് റെക്കോർഡാണ്. ലൈവ് ക്ലാസ്സുകളുണ്ട്. ആ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിസ്സായിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, അത് റെക്കോർഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. കോഴ്സ് ഫീ വരുന്നത് കേട്ടറ്റ് 1-ന് 1,999 ആണ്, കേട്ടറ്റ് 2-ന് വരുന്നത് 2,499 ആണ് വരുന്നത്. നമ്മുടെ കേട്ടറ്റ് 3 മാത്സിനും ഇംഗ്ലീഷിനും ലൈവ് ക്ലാസ്സുകൾക്ക് 3,499 ആണ് വരുന്നത്. കേട്ടറ്റ് 3 നാച്ചുറൽ സയൻസ്, കേട്ടറ്റ് 3 സോഷ്യൽ സയൻസ്, കേട്ടറ്റ് 3 ഫിസിക്കൽ സയൻസ്, ഇവ 3 നമ്മൾ റെക്കോർഡഡ് ബാച്ച് ആണുള്ളത്. അതിൻ്റെ റേറ്റ് വരുന്നത് 2,999 ആണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഒരു എൻക്വയറി നമ്പർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കൃത്യമായിട്ട് ബാച്ച് ഏതൊക്കെ വേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ദെൻ അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത്, നമ്മൾ കേട്ടറ്റ് 1 and 2-ന് റാങ്ക് ഫയൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട് സൈലം. അപ്പോൾ കൃത്യമായിട്ട് എന്താണ്, സൈലം ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. 1,299 ആണ് ഇതിൻ്റെ ഫീസ് വരുന്നത് കേട്ടോ. 1,299 മാത്രമേ ഫീസ് ഉള്ളൂ. 6 ബുക്കുകൾ 12 സബ്ജക്റ്റുകൾക്കായിട്ട് നമ്മൾ കേട്ടറ്റ് റാങ്ക് ഫയൽ സൈലം ഇറക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് റാങ്ക് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൈലത്തിൻ്റെ കോഴ്സുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കേട്ടറ്റ് 3 ഇംഗ്ലീഷിന് കഴിഞ്ഞ തവണ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് എനിക്ക് പരിചയമുള്ള ചോദ്യമാണല്ലോ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരികയാണെങ്കിൽ ഒന്ന് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കേട്ടറ്റ് 3 പാസ്സാകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അത്രയും വലിയ ചോദ്യങ്ങളൊന്നും നെറ്റിൻ്റെയും സെറ്റിൻ്റെയും ടോപ്പ് ലെവലിലുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ബേസിക് ലെവലിൽ കേട്ടറ്റ് 3ക്ക് എങ്ങനെ ചോദിക്കാവോ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ബേസിക് ധാരണ പ്ലസ് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങൾ PYQs ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് നോക്കാം. സോ ആദ്യത്തെ നോക്കും നിങ്ങൾ, മാക് ഫ്ലെക്നോ, അത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. മാക് ഫ്ലെക്നോ ഇസ് എ സാറ്റയർ, മോക്ക് എപ്പിക് ആണ് അല്ലേ. യെസ്, അത് ആർക്കെതിരെയാണ്? ജോൺ മിൽട്ടൺ, തോമസ് ഷാഡ്വെൽ, അലക്സാണ്ടർ പോപ്പ്, ജോണതൻ സ്വിഫ്റ്റ്.
നമുക്കറിയാം ഡ്രൈഡൻ്റെ മാക്ഫ്ലെക്ന് ആരെ കുറിച്ചിട്ടാണ്? യെസ്, തോമസ് ഷാഡ്വെല്ലിനെ കുറിച്ചിട്ടല്ലേ? അപ്പോൾ ഷാഡ്വെല്ലിന് അഗൻസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ. ദെൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയതും വരുന്നുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് മെജോറിറ്റി ചോദ്യങ്ങളും നമുക്ക് പരിചയമുള്ള, നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ തോമസ് ഷാഡ്വെൽ, മാക്ഫ്ലെക്നോ കേട്ടോ. യെസ്, ജോൺ ഡ്രൈഡൻ്റെ വർക്ക് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി രണ്ടാമത്തത്, എവ്രി മാൻ എന്ന് പറയുന്ന വർക്ക് ബിലോങ്സ് ടു ദ ജോൺട്രേ മൊറാലിറ്റി പ്ലേ, മിറക്കിൾ പ്ലേ, ഇൻ്റർല്യൂഡ്, മിസ്റ്ററി പ്ലേ. ഏതായിരിക്കും വരിക? എവ്രി മാൻ എന്ന് പറയുന്നത് ഒരു മൊറാലിറ്റി പ്ലേ ആണ് കേട്ടോ മക്കളെ. മൊറാലിറ്റി പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലിഗോറിക്കൽ പ്ലേ ആണ്. നമ്മുടെ ഓരോ ഗുഡ്നെസ്, ബാഡ്നെസ്, അത് ഈവിൾ, ഈ സാധനത്തിനൊക്കെ എന്താണ് നമ്മൾ ഒരു ക്യാരക്ടറാക്കി മാറ്റിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അലിഗോറിക്കൽ പ്ലേ ആണ് മൊറാലിറ്റി പ്ലേ കേട്ടോ. അലിഗോറിക്കലാണ്. ദെൻ മിറക്കിൾ പ്ലേ. മിറക്കിൾ എന്ന് പറഞ്ഞാൽ ആരാ കാണിക്കുക? മിറക്കിൾ നമ്മുടെ സെയിൻസ് ആണ് കാണിക്കുക അല്ലേ? അപ്പോൾ ഈ സെയിൻസിൻ്റെ കഥകൾ പറയുന്നതാണ് എന്ത്? സെയിൻസിൻ്റെ കഥകൾ പറയുന്നതാണ് മിറക്കിൾ പ്ലേ. ദെൻ മിസ്റ്ററി പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിബ്ലിക്കൽ സ്റ്റോറീസാണ്. മിസ്റ്ററി പ്ലേ വരുന്നത് ബിബ്ലിക്കൽ സ്റ്റോറീസാണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കട്ടോ, ബിബ്ലിക്കൽ സ്റ്റോറീസ്, അതാണ് മിസ്റ്ററി പ്ലേ. ഇൻ്റർലൂഡ് എന്ന് പറഞ്ഞാൽ ചെറിയ വലിയ ആക്ടിനിടയിലുള്ള ചെറിയൊരു ഹ്യൂമറസ് പ്ലേ ആണ്. ബിറ്റ്വീൻ ലോങ്ങർ പ്ലേസ്, അതിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ഹ്യൂമറസ് പ്ലേക്കാണ് നമ്മൾ ഇൻ്റർലൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്താണ് മിറക്കിൾ പ്ലേ, എന്താണ് മൊറാലിറ്റി പ്ലേ, എന്താണ് മിസ്റ്ററി പ്ലേ എന്നുള്ളത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പം മിറക്കിൾ എന്ന് പറയുമ്പോൾ സെയിൻസ് ആണ് അല്ലേ? ദെൻ മിസ്റ്ററി എന്ന് പറയുമ്പോൾ ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. മൊറാലിറ്റി പ്ലേ എന്ന് പറഞ്ഞാൽ അലിഗോറിക്കലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഹൂ റോട്ട് ദി എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് റേസ്? നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ വരുന്നൊരു ചോദ്യമാണ്. കാഡ്മൻ, കൈനി വൂൾഫ്, സെയിൻറ്റ് തോമസ് ബെക്കറ്റ്, വെനറബിൾ ബീഡ്. ആരാണ് ഈ എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് റേസ് എഴുതിയത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് എഴുതിയ വ്യക്തിയാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. അതാണ് ബീഡ് കേട്ടോ. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി. യെസ്, ഇതാണ് വെനറബിൾ ബീഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വെനറബിൾ ബീഡാണ്. അദ്ദേഹം ഈ ഒരു വർക്ക് ചെയ്തതാണ്, ദ എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസ് എന്ന് പറയുന്ന ഈ വർക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് അങ്ങനെ എന്താ വരുന്നത് കേട്ടോ. യെസ്. ദെൻ ദ ഓതർ ഓഫ് ആൻ അപ്പോളജി ഫോർ പോയട്രി, സ്റ്റീഫൻ ഗോസൻ, ബെൻ ജോൺസൺ, ക്രിസ്റ്റഫർ മാർലോ, ഫിലിപ്പ് സിഡ്നി. ആൻ അപ്പോളജി ഫോർ പോയട്രി അല്ലെങ്കിൽ ഡിഫെൻസ് ഓഫ് പോയസി. ഇതാരാ എഴുതിയത്? ഇത് സ്റ്റീഫൻ ഗോസൻ ആണോ? അല്ല, സ്റ്റീഫൻ ഗോസന് പക്ഷേ ഒരു ബന്ധമുണ്ട്. സ്റ്റീഫൻ ഗോസൻ അദ്ദേഹം എന്താണ് സ്കൂൾ ഫോർ അബ്യൂസ് എന്ന് പറയുന്ന ഒരു സാധനം എഴുതിയിട്ട് എന്ത് ചെയ്യാണ്, പോയട്രിയെ കുറ്റം പറയുകയാണ്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആരാ? അതിനെ ഡിഫെൻഡ് ചെയ്യാണ് ഫിലിപ്പ് സിഡ്നി കേട്ടോ. ഫിലിപ്പ് സിഡ്നിയുടെ വർക്കാണ് ആൻ അപ്പോളജി ഫോർ പോയട്രി എന്നുള്ളത്. ഫിലിപ്പ് സിഡ്നി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്ന കേട്ടോ ഓതർ. സോ അതോർത്തിരിക്കും. ദെൻ എ ലിറ്റററി ടെക്നീക്ക് വേർ ദ സെയിം ബിഗിനിങ് കോൺസണൻറ്റ് സൗണ്ട്സ് ഈസ് റിപ്പീറ്റഡ്. അപ്പോൾ നമുക്ക് പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ കുറേ എണ്ണം വരാറുണ്ട്. അപ്പോൾ പോയറ്റിക് ഡിവൈസിനെ കുറിച്ചുള്ള ചോദ്യമാണ് ബിഗിനിങ് കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റഡ്. ഏതാ? ആലിറ്ററേഷൻ. യെസ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നേ ചോദിക്കാറുള്ളൂ. ആലിറ്ററേഷൻ, അസനൻസ്, ഹൈപ്പർബലി, മെറ്റഫർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെ ചോദിക്കാറുള്ളൂ. അതിൽ വലിയ വലിയ സാധനങ്ങൾ ഈ അനഫോറ പോലെയുള്ള അപ്പോസ്ട്രഫി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. യെസ്, അതുപോലെയുള്ള സാധനങ്ങൾ ചോദിക്കാറുള്ളൂ, ഓപ്ഷനായിട്ട് വരാറുള്ളൂ. ബട്ട് പരീക്ഷയ്ക്ക് ആൻസർ ആയിട്ട് വരുന്നത് തന്നെ കാരണം ആലിറ്ററേഷൻ, മെറ്റഫർ, സിമിലി, ഹൈപ്പർബലി. നമ്മൾ കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോയറ്റിക് ഡിവൈസിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്. ഇനി അടുത്തത് ചോസേഴ്സ് പിൽഗ്രിംസ് ഇൻ ദ കാൻറ്റംബറി ടെയിൽസ്. അവരുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ്. യെസ്, അത് നമുക്കറിയാം അല്ലേ. സെയിൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈൻ അറ്റ് കാൻറ്റംബറി. അപ്പോൾ കാൻറ്റംബറി എന്നുള്ള സാധനം അറിഞ്ഞാൽ സാധനം കിട്ടി. ഓൾറെഡി പേരിൽ തന്നെ ഉണ്ട് അല്ലേ, സെയിൻറ്റ് തോമസിൻ്റെ ഷ്രൈൻ. സെയിൻറ്റ് തോമസ് ബെക്കറ്റ്. ഈ സെയിൻറ്റ് തോമസ് ബെക്കറ്റിനെയാണ് നമ്മൾ മേർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്ന വർക്കിൽ ആ മേർഡർ ചെയ്യപ്പെടുന്ന കൊല്ലപ്പെടുന്ന ആളാരാ? സെയിൻറ്റ് തോമസ് ബെക്കറ്റ് ആണ്.
അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പഠിക്കും കേട്ടോ. യെസ്, അപ്പം മർഡർ ഇൻ ദ കത്തീഡ്രൽ സെയിൻറ്റ് തോമസ് ബെക്കറ്റ് ആണ്. അതേപോലെ ഡെസ്റ്റിനേഷൻ ഓഫ് ജോസഫ് പിൽഗ്രിംസ് ഇൻ ദ കാൻറ്റംബറി ടെയിൽസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഷ്രൈനാണ് കാൻറ്റംബറിയിൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ഇതൊക്കെ നമുക്ക് അറിയുന്ന സാധനം. നോക്ക് നിങ്ങൾ, ദ മോസ്റ്റ് ഹെറ്ററോജനസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ. വളരെ ഹെറ്ററോജനസ് ആയിട്ട്, വളരെ വ്യത്യസ്ത, ഒരിക്കലും നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ, ഐഡിയാസിന് എന്ത് ചെയ്തിട്ടുണ്ട്, യോക്ക് ചെയ്തിട്ടുണ്ട്. യോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളപ്പൂട്ടിന് അല്ലെങ്കിൽ കാളനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ 2 കാളനെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വടി വെക്കൂല, അതിനെ യോക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ബൈ വയലൻസാണ് കൊടുത്തത്. വയലൻസ് കൊടുത്താൽ എന്താ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാച്ചുറൽ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നാച്ചുറൽ അല്ലാതെ ഇങ്ങനെ ഹെട്രോജനസ് ഐഡിയാസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ആരാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാവുന്ന മെറ്റാഫിസിക്കൽ പോയിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നല്ല പറയുന്നത്, ഒരു ഡെറഗേറ്ററി റിമാർക്കാണത്. അതാരാ പറയുന്നത്? ഡോക്ടർ ജോൺസൺ മെറ്റാഫിസിക്കൽ പോയിറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ മോസ്റ്റ് ഹെറ്ററോജനസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ. ഡോക്ടർ ജോൺസൺ നോൺ മെറ്റാഫിസിക്കൽ പോയിറ്റ്. അപ്പോൾ ഡോക്ടർ ജോൺസനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നത് ആദ്യമായിട്ട് കോയിൻ ചെയ്ത ആൾക്കാർ ഇദ്ദേഹമാണ് കേട്ടോ. മെറ്റാഫിസിക്കൽ പോയട്രി അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കോയിൻ ചെയ്ത വ്യക്തി ഡോക്ടർ ജോൺസനാണ്. എന്നാൽ മെറ്റാഫിസിക്സ് എന്ന് ആദ്യം യൂസ് ചെയ്തത് ആരാ? അത് നമ്മുടെ ഡോക്ടർ ജോൺ ഡ്രൈഡൻ ആണ്. ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്നാണ് പറഞ്ഞത്. ഹി അഫക്ട്സ് ദി മെറ്റാഫിസിക്സ്. ഇപ്പോൾ ഡോക്ടർ ജോൺസൺ ആണ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട് എന്ന് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. ദെൻ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ആരാണ്? ജോൺ ഡ്രൈഡൻ ആണ്. ഹി അഫക്ട്സ്, ജോൺ ഡണ്ണനെ കുറിച്ച് പറയാണ്, ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ അത് ഓർത്തിരിക്കും. പിന്നെ അക്കോർഡിംഗ് ടു ബേക്കൺ വാട്ട് മേക്ക് എ ഫുൾ മാൻ, ബേക്കണെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് വരുന്നത്, ഇതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഫുൾ മാൻ ഉണ്ടാക്കുന്നത്? അത് റീഡിംഗ് ആണ് ഫുൾ മാൻ. കോൺഫറൻസോ ഒരു റെഡി മാൻ. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്സാക്ട് മാനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? യെസ്, നമുക്കറിയാം. അപ്പോൾ റീഡിംഗ് മേക്ക് ദ ഫുൾ മാൻ, കോൺഫറൻസ് റെഡി മാൻ, റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ. ഈ സാധനമാണ് പറയുന്നത്. അപ്പം ബേക്കണെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ, അഫോറിസിസം, ഈ സാധനം നമുക്കറിയാം. ആ ഒരു സാധനം ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബേസിക് അറിയുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ലിറ്ററേച്ചറിലും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അടുത്ത നോക്ക് നിങ്ങൾ, 10,000 സോ ഐ അറ്റ് എ ഗ്ലാൻസ് വിച്ച് ഫിഗർ ഓഫ് സ്പീച്ച്? ഹൈപ്പർബലി, സിമിലി, മെറ്റഫർ, ഓക്സിമർ. 10,000 സോ ഐ അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ ഗ്ലാൻസിൽ 10,000 ഞാൻ കണ്ടു, ഒറ്റ ഗ്ലാൻസിൽ. അപ്പോൾ എന്താണത്? എക്സാജറേറ്റ് ചെയ്ത് പറയല്ലേ? യെസ്, അതാണ് ഹൈപ്പർബലി, എക്സാജറേറ്റ്. ഞാൻ നിങ്ങളോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട്. 1000 തവണ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളൊരു എഫക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് എക്സാജറേറ്റ് ചെയ്ത് പറയാണ്. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർബലി എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ചോദ്യങ്ങൾ കണ്ടോ നിങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ സാധനങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് ധാരണയുണ്ട്, കുറച്ച് PYQs, കുറച്ച് ക്ലാസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. യെസ്, അടുത്തതാണ് ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റ് ഇൻ 2, ഡ്രീം ഇൻ 1. ആരാ പറയുന്നത്? സിൽവിയ പ്ലാത്ത്, മായ ആഞ്ചലു, കമല ദാസ്, ആനി സെക്സ്റ്റൺ. ആരാ പറയുന്നത് ഇങ്ങനെ? ഇത് പറയുന്ന ആരാ? നമ്മുടെ കമലാദാസ്. അവരുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോലത്തിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ ഇങ്ങനെയാണ്, ബോൺ ഇൻ മലബാർ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നില്ലേ, ഞാൻ 3 ലാംഗ്വേജുകൾ സംസാരിക്കും. യെസ്, അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയത്തിൽ കമലാദാസ് അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ 3 ലാംഗ്വേജുകൾ സംസാരിക്കും, 2 എണ്ണത്തിൽ എഴുതും, 1 സ്വപ്നം കാണും എന്ന് പറയാണ്. സോ അത് ഓർമ്മയുണ്ടായിരിക്കും കേട്ടോ. ഇനി അത് author who popularized the genre dramatic monologue എന്ന് പറയുന്ന genre പോപ്പുലർ. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുമ്പോൾ ഒരേ ഒരാളേ ഉള്ളൂ നമുക്ക് പറയാൻ. ആരാ? യെസ്, അത് റോബർട്ട് ബ്രൗണിംഗ് ആണ്. റോബർട്ട് ബ്രൗണിംഗ്, എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ ഹസ്ബൻഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഹൗ ഡു ഐ ലവ് ദീ, ലെറ്റ് മീ കൗണ്ട് ദ വേസ്.
ഐ ലവ് ദീ ടു ദ ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് മൈ സോൾ ക്യാൻ റീച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നൊരു പോയുണ്ട് അല്ലേ. അതാണ് സോണറ്റ് ഫ്രം പോർച്ചുഗീസ് എന്ന് പറയുന്നതിലുള്ള ഒരു സോണറ്റാണത്. അത് എഴുതിയത് ആരാണ്? എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് ആണ്. അത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എഴുതിയെന്നാണ് അല്ലേ. അപ്പോൾ സോണറ്റ്സ് ഫ്രം പോർച്ചുഗീസ് എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ വർക്കാണ് കേട്ടോ. അവരുടെ ഹസ്ബൻഡാണ് റോബർട്ട് ബ്രൗണിങ്. റോബർട്ട് ബ്രൗണിങ് എന്ന് പറയുമ്പോൾ ഡ്രമാറ്റിക് മോണോലോഗ്, സിംഗിൾ ഓതറായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് നമ്മുടെ മൈ ലാസ്റ്റ് ഡച്ചസ്, ഫ്രാ ലിപ്പോ ലിപ്പി, ആൻഡ്രാ ഡെൽസാർട്ട് പോലെയുള്ള വർക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ കിട്ടും. യെസ്. അടുത്തത് ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്ന് പറയുന്നത് ഏത് പോയത്തിലാണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയാണ് ഇത്. യെസ്, ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ അല്ലേ. ഗ്രീഷ്യൻ ഏൺ ആരുതാ? യെസ്, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി, ജോൺ കീറ്റ്സ് ആണ്. യെസ്. അടുത്തത് ഹൂസ് ഗ്രേവ് സ്റ്റോൺ ബിയേഴ്സ് ദ ഇൻസ്ക്രിപ്ഷൻ? ആരുടെ എപ്പിറ്റാഫാണ്? ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം വാസ് റിട്ടൻ ഇൻ വാട്ടർ. വെള്ളത്തിൽ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് മാഞ്ഞു പോകും. ഈ കൂട്ടത്തിൽ പെട്ടെന്ന് മാഞ്ഞു പോയ വ്യക്തി ആരാ? 25-ാമത്തെ വയസ്സിൽ ട്യൂബർക്യുലോസിസ് വന്ന് മരണപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാ? അത് ജോൺ കീറ്റ്സ് ആണ്. അപ്പോൾ ജോൺ കീറ്റ്സിൻ്റെ എപ്പിറ്റാഫാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രേവ് സ്റ്റോണിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണെന്ത്? ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം വാസ് റിട്ടൻ ഇൻ വാട്ടർ. വെള്ളത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. 25-ാമത്തെ വയസ്സിൽ TB വന്നിട്ടാണ് കേട്ടോ. യെസ്. അടുത്തത് വൈ ഇസ് ദ ഇയർ 1066 ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി? 1066 എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? റെസ്റ്റോറേഷൻ, നോർമൻ കോൺകർ, റിനൈസൻസ്, സ്പാനിഷ്. ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് 1060. ആ സമയത്താണ് എന്ത്? നോർമൻ കോൺക്വസ്റ്റ്, വില്യം ദ കോൺകറസ് ഫ്രാൻസിലെ നോർമൻഡിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇംഗ്ലണ്ട് കീഴടക്കുകയാണ്. അപ്പം ഓൾഡ് ഇംഗ്ലീഷ് കഴിഞ്ഞ് മിഡിൽ ഇംഗ്ലീഷ് വരികയാണ്. അപ്പോഴാണ് എന്താണ് ഈ ഓൾഡ് ഇംഗ്ലീഷിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കുകയാണ്. ഫ്രഞ്ച് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫ്രഞ്ച് വൊക്കാബുലറിയുടെ ഒരു ഇൻഫ്ലക്ഷൻ ഉണ്ടാകുന്നതാണ്. ആകെ കടന്നു വരികയാണ് കേട്ടോ. അപ്പം ഫ്രഞ്ച് കാരനായിട്ടുള്ള വില്യം ദ കോൺകറർ നോർമൻഡിയിൽ നിന്ന് വരികയാണ്. അതാണ് നോർമൻ കോൺക്വസ്റ്റ്. അതോടുകൂടിയാണ് ഈ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ഫ്രഞ്ച് ടേമുകളൊക്കെ എന്ത് ചെയ്യണത്? ഇംഗ്ലീഷിൽ വരുന്നത് കേട്ടോ. യെസ്, നമ്മൾ പറയുന്നത് എന്താണ്? ബീഫ് ഒരു ഫ്രഞ്ച് ടേമാണ്. ബീഫ് എന്ന് പറയുന്നൊരു ഫ്രഞ്ച് ടേമാണ് കേട്ടോ. യെസ്, അപ്പോൾ അത് ഓർത്തിരിക്കുക. യെസ്, നോർമൻ കോൺക്വസ്റ്റ്. ഇനി അടുത്തത് ഹു ഇസ് ദ ഓതർ ഓഫ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്? ആരാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഓതർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു വ്യക്തിയുടെ ലെക്ചറുകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് കമ്പൈൻ ചെയ്തതാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. അത് നമ്മുടെ ഫെർഡിനാൻഡ് ഡി സുഷൂറാണ്. ഈ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിലാണ് നമുക്ക് സൈന്, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ലാങ്, പരോള്, സിൻഡഗ്മാറ്റിക്, പാരഡിഗ്മാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ചോദ്യം കിട്ടും. ആരാ ലാങ് കൊണ്ടുവന്ന്, ആരാൾ പരോള് കൊണ്ടുവന്നത്, എന്താണ് ലാങ്, എന്താണ് പരോൾ, എന്താണ് സിഗ്നിഫയർ, എന്താണ് സിഗ്നിഫൈഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഈ ഭാഗത്തുനിന്നും ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. യെസ്. അടുത്തത് വിച്ച് പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ഈസ് നോൺ ആസ് ദ പീരീഡ് ഓഫ് ഫുൾ ഇൻഫ്ലക്ഷൻ? കംപ്ലീറ്റ് ഇൻഫ്ലക്ഷനാണ്. ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അവസാനം ചെറിയ ചെറിയ സാധനങ്ങൾ, അത് ജെൻഡർ ആയാലും അതിൽ എല്ലാ തരത്തിലും. ഇപ്പം നമുക്ക് ജെൻഡറിനൊന്നും അങ്ങനെ ഇൻഫ്ലക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തിനൊക്കെയുള്ളത്? നമുക്ക് പ്ലൂരലുണ്ട്, ചില കാര്യങ്ങൾക്കൊക്കെ ഉള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫ്ലക്ഷനാണ്. അതാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് വരുന്നത് കേട്ടോ. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലാണ് കംപ്ലീറ്റ് ഇൻഫ്ലക്ഷൻ. പിന്നെയാണ് നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആ ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഒരു കടന്നുകയറ്റത്തോടു കൂടി എന്താണ് ഇൻഫ്ലക്ഷൻസൊക്കെ അങ്ങ് കുറയാണ്. ഗ്രാമർ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആവുകയാണ് കേട്ടോ. യെസ്. അടുത്തത് റെസ്റ്റോറേഷൻ കോമഡിയെ നമ്മൾ എന്താ വിളിക്കുക? യെസ്, റെസ്റ്റോറേഷൻ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ കോമഡി ആക്കിയിട്ട് അവതരിപ്പിക്കുന്നതാണ് അല്ലേ. അതിനെയാണ് നമ്മൾ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. കോമഡി ഓഫ് മാനേഴ്സ് എന്ന് വിളിക്കുന്നത് ഈ ഒരു വർക്കാണ്. സോ അതും കൂടെ ഓർത്തിരിക്കുക. അടുത്തതാണ് എ ഫോം ഓഫ് ലിറിക്കൽ പോയട്രി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ് ടു എ പേഴ്സൺ, ഇവന്റ് ഓർ എ തിങ്. അപ്പോൾ ടൈപ്പ് ഓഫ് പോയംസ്, എലിജി, ഓഡ്, സോണറ്റ്, ബാലഡ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യാൻ പറ്റും. എന്താണ് അഡ്രസ്സ് ചെയ്യുന്ന പോയത്തിനെ നമ്മൾ ഓടെന്നല്ലേ വിളിക്കുക? യെസ്. എലിജി എന്ന് പറഞ്ഞാൽ വിലാപകാവ്യമാണ്, ലമെൻ്റ് ചെയ്യുന്ന പോയമാണ് അല്ലേ. യെസ്.
ഓടാണ് നമ്മുടെ ആൻസർ, എലിജി അല്ല കേട്ടോ. യെസ്. അടുത്തത് നെയിം ദ ഓതർ ഓഫ് ദ ക്രിട്ടിക്കൽ വർക്ക് ഓറിയൻ്റലിസം. അപ്പോൾ നോക്കണേ നിങ്ങൾ, നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ വർക്കുകൾ, പോസ്റ്റ് കൊളോണിയൽ വർക്കുകളെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. ആരാ? ഓറിയൻ്റലിസം. യെസ്, നമ്മുടെ എഡ്വേർഡ് സെയ്ഡിൻ്റെ വർക്കാണ് ഓറിയൻ്റലിസം കേട്ടോ. ഓറിയൻ്റലിസം, എഡ്വേർഡ് സെയ്ഡ്. ഇതിലാണ് ഓറിയൻ്റൽ, ഓക്സിഡൻ്റൽ ടേമുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യെസ്. അടുത്തതാണ് ട്രൈ സിലബിക്. സിലബിൾ ഐഡൻറ്റിഫൈ. സിലബിൾ, എത്ര സിലബിൾ ഉണ്ട് നോക്കണം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് ബേസിക് ആണ്. എത്ര വവൽ സൗണ്ട് ഉണ്ട് നോക്കിയാൽ മതി. എത്ര വവൽ സൗണ്ട് ഉണ്ട് നോക്കിയാൽ മതി. ബയോളജി, ബൈ, ഓൾ, ല, ബയോളജി. അപ്പം എത്രണ്ണായി? 4 എണ്ണം. അത് അപ്പം 4 എണ്ണം. ട്രൈ വെച്ചാൽ 3 എണ്ണം. സൺസെറ്റ്, സൺസെറ്റ് 2, അതുമില്ല. ഡെലിവറി 1 2 3 4, അതും 4. ദെൻ അടുത്തത് എലിഫന്റ് 1 2 3. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ എത്ര വവൽ സൗണ്ട് ഉണ്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, എത്ര സിലബിൾ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ ഈസിയാ സംഗതി കേട്ടോ. യെസ്. അടുത്തത് മെയിൽ ഗെയ്സ്. ഇതാണ് നമ്മുടെ ഫിലിം സ്റ്റഡീസിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത്. മെയിൽ ഗെയ്സ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറ മൾവിയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ, മിസാസൻ, പിന്നെ മൊണ്ടാഷ്, ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും സെറ്റാ സംഗതി കേട്ടോ. യെസ്. അടുത്തത് ആരാണ് ഗോദോ? ഹെറോൾഡ് പിൻറ്റർ, ലൂയിഗി പിരൻഡലോ, യൂജീൻ അയനസ്കോ, സാമുവൽ ബെക്കറ്റ്. ആരാ? യെസ്, വെയിറ്റിംഗ് ഫോർ ഗോദോ അല്ലേ. നത്തിങ് കംസ്, നോബഡി ഗോസ്, നോബഡി കംസ് അല്ലേ. യെസ്, ആ ഒരു സാധനം വരുന്നതാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. യെസ്. അടുത്തത് ക്യുറർ ബെൽ എന്ന് പറയുന്ന പെൻനെയിം ആരുടേതാണ്? യെസ്, നമുക്കറിയാം ബ്രോണ്ടെ സിസ്റ്റേഴ്സ്. യെസ്, അതിൽ ഓരോരുത്തരുടെ പേരിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഷാർലറ്റയുടേത് ക്യുറർ ബെൽ, അതാണ് ആൻസർ. എമിലിയുടേതോ? എമിലിയുടേത് എല്ലിസ് ബെൽ. ദെൻ ആനിയുടേത് ആക്ടൻ ബെൽ. ഇത്രയേ ഉള്ളൂ. പേര് നോക്കിയാൽ മതി. ഷാർലറ്റ് സി, ക്യുറർ, എമിലി ഇ, എല്ലിസ്, ആനി, ആക്ടൻ എ. എത്രയേ ഉള്ളൂ, ആക്ടൻ ബെൽ. അപ്പോൾ ചില ആളുകളുടെയൊക്കെ പെൻനെയിം നമ്മളോട് ചോദിക്കാറുണ്ട്. ദെൻ മേരി ആൻ ഇവാൻസ്, ജോർജ് എലിയറ്റ് സാധനങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഓർത്തിക്കാം. ദെൻ നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് വരുന്നൊരു സാധനമാണ് മോർഫീം, ഫോണീം. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ആണ്. മീനിങ് വരുമ്പോൾ എന്താണ് നമ്മൾ കൊടുക്കുന്നതാണ് മോർഫീം. സ്പീച്ച് സൗണ്ട് ആണെങ്കിൽ അത് ഫൊണീം കേട്ടോ. സ്പീച്ച് സൗണ്ട്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട് ആണ് ഫൊണീം എന്ന് പറയുന്നത്. ഡിഫ്തോങ് എന്ന് പറഞ്ഞ 2 വവൽ സൗണ്ടുകളിൽ ഗ്ലൈഡ് ചെയ്യുന്നത് കോൺസണൻറ്റ് സൗണ്ട് എന്താണെന്ന് പറയാൻ നിങ്ങൾക്കറിയാം. അടുത്തത് നോക്കണേ നിങ്ങൾ. ഇംഗ്ലീഷ് ഹാസ്, ഇതിൽ നമ്പർ പോയി. ഇംഗ്ലീഷ് ഹാസ് 44 സൗണ്ട്സ് കൺസിസ്റ്റിംഗ് ഓഫ്, എത്രയാണ് നമ്പർ ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് തൽക്കാലം അതൊന്ന് പറഞ്ഞു നോക്കാം. ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. 26 ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. എന്നാൽ 26 ലെറ്റേഴ്സ് ഉള്ളെങ്കിലും ഇംഗ്ലീഷിൽ എന്തുണ്ട്? 44 സൗണ്ട്സ് ഉണ്ട്. 44 സൗണ്ട്സ്. നമുക്ക് AEIOU ആണ് വവൽസ്. എന്നാൽ ഇംഗ്ലീഷിൽ എത്ര വവൽ സൗണ്ട് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 20 വവൽ സൗണ്ട്സ് ഉണ്ട്. ഇംഗ്ലീഷിൽ 20 വവൽ സൗണ്ട്സ് ഉണ്ട്. അതേപോലെ 24 കോൺസണൻറ്റ് സൗണ്ടുകളും ഉണ്ട്. 20 വവൽസും 24 കോൺസണൻസും. അതിൽ 20 എണ്ണത്തിൽ 12 എണ്ണം എന്താണ് അറിയോ? മോണോഫ്തോങ്സ് ആണ്. മോണോഫ്തോങ്സ്. 8 എണ്ണമാണ് ഡിഫ്തോങ്സ് വരുന്നത്. അപ്പോൾ 44 സൗണ്ടിൽ 20 വവൽസ്, 20 വവൽസിൽ 12 മോണോഫ്തോങ്, 8 ഡിഫ്തോങ്, ബാക്കി 24 കോൺസണൻസ്. ഇത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. അടുത്ത നോക്കും നിങ്ങൾ, നമ്മുടെ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, അതേപോലെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ഒക്കെ ധാരണ ഉണ്ടെങ്കിൽ കിട്ടാൻ പറ്റുന്നതാണ്. സൗണ്ട് പ്രൊഡ്യൂസ്ഡ് വിത്ത് എൻ ഓപ്പൺ വോക്കൽ ട്രാക്ട് വിത്തൗട്ട് എനി ഇൻ്ററപ്ഷൻ ഓഫ് ദ ടങ്. അതായത് വോക്കൽ ട്രാക്റ്റിൽ ഒരു ഇൻ്ററപ്ഷനും ഇല്ല എങ്കിൽ അത് എന്താണെന്നാണ് നോക്കണേ നിങ്ങൾ. നമ്മൾ സ്പീച്ച് സൗണ്ടിന് അല്ലെങ്കിൽ ഫൊണീമിനെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. 1 കോൺസണൻസ്, 2 വവൽ സൗണ്ട്സ്. ഈ കോൺസണൻസ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ വോക്കൽ ട്രാക്റ്റിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലാണ് കോൺസണൻസ്, ഒബ്സ്ട്രക്ഷൻ ഇല്ലെങ്കിൽ അത് വവൽസ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് വവൽസ് ആണ്. ഈ അഫ്രിക്കേറ്റ്സ് അതേപോലെ ബൈലേബിയൽസ്, അഫ്രിക്കേറ്റ്സ് എന്ന് പറയുന്നത് ച്, ഇതാണ് അഫ്രിക്കേറ്റ്സ് വരുന്നത്. നമുക്കറിയാം നമ്മുടെ ഫ്രിക്കേറ്റീവിൻ്റെയും സ്റ്റോപ്പിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ഇത് കോൺസണൻറ്റിൻ്റെ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ആണ്, ഇത് കോൺസണൻസ് ആണ്. അതേപോലെ ബൈലേബിൾ പ്ലോസീവ് അല്ലേ, യെസ്. ബൈലേബിൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, രണ്ട് ലേബിയൽ, നമ്മുടെ രണ്ട് ചുണ്ടും കൂടെ വരുന്നിട്ട് നമ്മൾ പറയുന്നതാണ് റൈറ്റ്. അപ്പോൾ ഈ സാധനമാണ് ബൈലേബിൾ. ഇതെന്താണ്, ഇതും കോൺസണൻ്റ് ആണ്. ഇത് നമ്മൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ആണ് പറയുന്നത്. ആദ്യത്തേത് മാനർ. അപ്പോൾ രണ്ടും കോൺസണൻ്റ് ആണ്, ഇതും കോൺസണൻ്റ് ആണ്. അപ്പോൾ വവൽസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട്. നമുക്ക് ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ. ഐ വോണ്ടേഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ഇത് ടൈപ്പ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ആണെന്നാണ് ചോദ്യം. നോക്കൂ നിങ്ങൾ. സിമിലി, മെറ്റഫർ, ഓക്സിമറൻ, ഓണമറ്റോപിയ. നമുക്കറിയാം ആസ് എ ക്ലൗഡ്, ലൈക്ക് എ ക്ലൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് സിമിലി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യും. ഇപ്പം തന്നെ എന്താണ് 3 ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ചോദ്യങ്ങൾ കണ്ടു. അപ്പോൾ 3 മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ക്ലാസ്സും PYQവും ഒക്കെ ഉണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമേ ഉള്ളൂ നമ്മുടെ കേട്ടറ്റ് എന്ന് പറയുന്നത്, കേട്ടറ്റ് 3 ഇംഗ്ലീഷ്. അപ്പോൾ അത് കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കി. ഇനി ഒരു ചോദ്യം കൂടെ ചെയ്യാം. യെസ്, IPA എന്ന് പറയുന്നത് എന്തിനാണ് സ്റ്റാൻഡ് ഫോർ? International Pronunciation and Alphabet, International Phonetic Alphabet, International Preliminary Alphabet, International Parameter of Alphabet. എന്താണ് IPA stands for International Phonetic Alphabets. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചോദ്യങ്ങൾ എടുത്തത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഗതി ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകളിലൊക്കെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ PYQ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നമുക്ക് അവസാനം എന്ത് ചെയ്യും, കട്ട് ഓഫ് നമ്മൾ കടക്കും. അത്ര നമുക്ക് ഉറപ്പ് തരാൻ പറയട്ടുള്ളൂ. കട്ട് ഓഫ് നിങ്ങൾ കടക്കും. അതാണ് നമുക്ക് തരാനുള്ള ഉറപ്പെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത HSA അല്ലെങ്കിൽ കേട്ടറ്റ് 3 നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വരിക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കോഴ്സുകൾ. എല്ലാ കോഴ്സുകളും ഉണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്. ഇംഗ്ലീഷും കേട്ടറ്റ് 3 ഇംഗ്ലീഷും കേട്ടറ്റ് 3 മാത്സും കൂടെയാണ് നമ്മൾ ലൈവ് വരുന്നത്. ബാക്കിയുള്ളത് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏത് ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. അടുത്ത എക്സാമിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ കണ്ട് തീർത്ത് നമുക്ക് എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഈ നമ്പറിൽ കാണാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. യെസ്.